ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 നവംബർ മാസം 2-ാം തീയതി ശനിയാഴ്ച ദിവസം 1200-ാം ആണ്ട് തുലാമാസം 17-ാം തീയതി ഇന്ത്യൻ തീയതി കാർത്തിക മാസം 11-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:15 അസ്തമയം 5:57 തിഥി പ്രഥമ തിഥിയാണ്. ഉദയാൽപരം നക്ഷത്രം വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച പുലർച്ചെ 3:32 അവസാനിക്കുന്ന സമയം ഞായറാഴ്ച രാവിലെ 6:01 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ വിശാഖ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വിശാഖ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ തുലാക്കുറിലും അവസാനത്തെ ഒരു പാദം വൃശ്ചികക്കുറിലുമാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സമയം പറഞ്ഞുതരാം. ശനിയാഴ്ച പുലർച്ചെ 3:32 മുതൽ ശനിയാഴ്ച രാത്രി 9:32 വരെയുള്ള സമയം തുലാക്കുറിൽപ്പെട്ട വിശാഖ നക്ഷത്ര ജാതകരുടെ സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അത് കഴിഞ്ഞാൽ പിന്നെ വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖ നക്ഷത്ര സമയമാണ് ഞായറാഴ്ച പുലർച്ചെ 6:01 വരെയുള്ള സമയം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ശനിയാഴ്ച ദിവസം വിശാഖ നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ നല്ല അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. ചതയം, പൊരുട്ടാതി, അത്തം, പൂരം, പുണർദം, പൂയം, ചോതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. ചതയം, പൊരുട്ടാതി, അത്തം, പൂരം, പുണർദം, പൂയം, ചോതി എന്നീ 7 നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം. വിശാഖ നക്ഷത്ര പ്രകാരം ഈ നാളുകാർക്ക് 7 നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. വിശാഖ നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള നക്ഷത്ര ജാതകർ ഉത്രം, ചിത്തിര, മകം എന്നീ 3 നാളുകാരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഉത്രം, ചിത്തിര, മകം എന്നീ 3 നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം എന്ന് ജ്യോതിഷം മുന്നറിയിപ്പ് നൽകുന്നു. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നുള്ളതും ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനി ശനിയാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞുതരാം. ശനിയാഴ്ച ദിവസം അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ച് ശുഭസമയം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം. ശനിയാഴ്ച രാവിലെ 7:45 മുതൽ 9:15 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 10:45 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് 1:45 മുതൽ 5:15 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഈ 3 സമയങ്ങൾ ശുഭസമയമായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 2 ആണ്. ഏതൊരു മാസത്തെ 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുക എന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ചെയ്യേണ്ട മാർഗ്ഗങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങളുണ്ടോ പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഉത്തമമായ നല്ല അനുഭവങ്ങൾ, നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. ഇനി പേരിൽ അക്ഷരങ്ങളില്ലാത്തവർ പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാലും സാമാന്യ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും, പ്രതികൂലമായ അനുഭവങ്ങളൊന്നും വന്നു ചേരത്തില്ല എന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യ വീഡിയോയിൽ കൂടി പറയുന്നത്. പ്രിയപ്പെട്ടവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, ഞാൻ കാളഹസ്തിക്കുള്ള യാത്രാമധ്യയാണ്. ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ എഡിറ്റിങ്ങിനകത്ത് അല്പം മിസ്റ്റേക്ക് ഉണ്ടായി. അത് ഞാൻ ട്രെയിനെ വെച്ച് ചെയ്തതാണ്. അപ്പോൾ അത് ചെറിയൊരു അപാകതയുണ്ട്. വീഡിയോയുടെ എഡിറ്റിങ്ങിനകത്ത് തലേദിവസത്തെ നക്ഷത്രത്തിൻ്റെയാണ് അതേ സ്ക്രീനിൽ കാണിച്ചിരുന്നത്. അത് തെറ്റുപറ്റിയിൽ ഖേദിക്കുന്നു. ഇപ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ തന്നെയാണ്. അതെല്ലാം ഞാൻ നോക്കി വ്യക്തമാക്കിയാണ് പബ്ലിഷ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവർ സഹകരിക്കുക. തെറ്റുകളും കുറ്റങ്ങളും കുറവശങ്ങളും ഒക്കെ മനുഷ്യജീവിതമല്ലേ, എല്ലാവർക്കും ഉണ്ടാകും. അങ്ങനെയാണല്ലോ പ്രതികൂലമായ അനുഭവങ്ങളെക്കുറിച്ച് ആൾക്കാരോട് പറയുന്നത്. അതുതന്നെ ആണല്ലോ. അപ്പോൾ എനിക്കും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു മനുഷ്യനാണ് ഞാനും എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം കൃത്യമാണ്. പക്ഷേങ്കിൽ എഡിറ്റിംഗ് ഈ വീഡിയോയുടെ സ്ക്രീനിനകത്ത് കാണിച്ചതിനകത്താണ് അത് തെറ്റുപറ്റിയത്. അത് പെട്ടെന്ന് വീഡിയോ തിരക്ക് പിടിച്ച് അപ്ലോഡ് ചെയ്ത് അപ്പോൾ അത് മാറ്റാൻ പറ്റിയില്ല. പിന്നെ അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യണം. അതുകൊണ്ടാണ് അങ്ങനെ മിസ്റ്റേക്ക് വന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് വ്യക്തമായിട്ടുമാണ് പറയുന്നത്. അത് പ്രിയപ്പെട്ടവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ശനിയാഴ്ച ദിവസം നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലമാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് എന്താ അനുഭവങ്ങളാണ് വന്നു ചേരുക എന്നുള്ളതാണല്ലോ നക്ഷത്രഫലമായിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച ദിവസത്തെ കാര്യം നമുക്ക് ചിന്തിക്കാം. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് ശനിയാഴ്ച ദിവസം അനുഭവങ്ങൾ. അവർക്ക് ശനിയാഴ്ച ദിവസം ശനി എന്ന് പറയുന്ന ഗ്രഹം 11-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ 12-ൽ നിൽക്കുന്ന ശനി അവർക്ക് നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ അവരുടെ 10-ാം ഭാവത്തിൻ്റെ അധിപനാണ് 12-ൽ നിൽക്കുന്നത്. അതുകൊണ്ട് തൊഴിൽപരമായുള്ള നേട്ടങ്ങൾ അവർക്കുണ്ട്. പക്ഷെങ്കിൽ
നേട്ടങ്ങളുണ്ടെങ്കിൽ പോലും 12 നിൽക്കുന്ന രാഹു ഇവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ കൊടുക്കുന്നുണ്ട്. അതൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇവരുടെ 4-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അത്ര നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. ദാമ്പത്യ ജീവിതം സുഖകരമാകണമെന്നില്ല. മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് ഏറെക്കുറെ അനുകൂലമായ സ്ഥിതിയിലേക്ക് കടന്നു വരുന്നു. പിതാവിനെ കൊണ്ട് വലിയ ഗുണങ്ങളൊന്നും ഇല്ലാത്ത സമയമാണ്. പിതാവ് മുഖേനയുള്ള തിക്താനുഭവങ്ങളാണ് ഇവർക്കുണ്ടാകുക. പിതാവുമായിട്ടുള്ള ഒരു നല്ല ബന്ധത്തിൽ പോകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് നേട്ടം എന്ന് പറഞ്ഞാൽ തൊഴിൽ ഗുണമാണ് ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നത്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ ഉണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവുണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം ഇവർക്ക് ഉണ്ടാകുക. പ്രത്യേകിച്ച് അവർക്ക് കാര്യവിജയങ്ങളൊന്നും ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും കാര്യവിജയം ഉണ്ടാകണമെന്നില്ല. അതും ഒരു പ്രതിസന്ധിയായിട്ട് നാളത്തെ ദിവസം വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം ആളുകാർക്കും തൊഴിൽ സംബന്ധമായുള്ള നേട്ടങ്ങളാണ് നാളെ ഏറ്റവും കൂടുതൽ വന്നു ചേരുക. അപ്പോൾ അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടി കടന്നു പോകും. ധനപരമായുള്ള നേട്ടം ഉണ്ടാകും എന്നുള്ളതാണ്. ചിലരൊക്കെ കലാപരമായ മേഖലകളിൽ ശോഭിക്കുന്നൊരു ദിവസമാണ്. കലാപ്രവർത്തനം കൊണ്ട് അവർ വിജയവും നേടുന്നൊരു ദിവസമാണ്. അത് മുഖേനുള്ള ധനനേട്ടവും ഉയർച്ചയൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആരെയും ഭയമില്ലാതെ ഏത് കാര്യവും ചെയ്യുവാൻ നല്ല മനത്തൻ്റെടം ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും രോഗത്താലും കടബാധിതാലും ശത്രുതാലും ഒക്കെ ചെറിയ ചെറിയ വൈഷമ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദാമ്പത്യ ജീവിതവും അത്ര സുഖകരമാകണമെന്നില്ല. പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകും. എങ്കിലും അവർക്ക് ആശ്വാസമായിട്ടുള്ളത് കുടുംബസുഖവും ധനപരമായ നേട്ടവും അതുപോലെ തന്നെ തൊഴിൽ ഗുണമൊക്കെയാണ്. പക്ഷെങ്കിൽ കുടുംബത്തിൻ്റെ സ്ഥിതിയിലും ധനസ്ഥിതിയിലും ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് അത്ര അനുകൂലമായ ദിവസമല്ല. പിതാവുമായിട്ടുള്ള ശത്രുതയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ. പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ ചിലർക്ക് അഹങ്കാരമായിട്ട് പെരുമാറും, അഹങ്കാരികളെ പോലെ പെരുമാറും. ചിലർ ഭയം കൊണ്ട് വീടിന് വെളിയിൽ ഇറങ്ങാത്തൊരു സ്ഥിതി വരും. ഭയം കൊണ്ട് അവർക്ക് ഭയം എന്ന് പറയുന്ന ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗം ഉണ്ടാകും. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഒറ്റവാക്കിൽ പറഞ്ഞാൽ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക. ചിലർക്കൊക്കെ നല്ല അനുഭവങ്ങളും ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ടോ അല്ലെ ജനിച്ച സമയത്ത് ശനി എന്ന് പറയുന്ന ഗ്രഹം അനുകൂലമായി നിൽക്കുന്ന ഗ്രഹസ്ഥിതി കൊണ്ടൊക്കെ അവർക്ക് നേട്ടം ഉണ്ടാകും. ചിലർക്കൊക്കെ പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ദശാകാലവും ഇവിടെ പരിഗണിക്കപ്പെടേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഈ ഗ്രഹനില, ഇപ്പോഴത്തെ ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് 12-ൽ വ്യാഴം നിൽക്കുന്നു. അത് തന്നെ വലിയൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ അവർക്ക് 2-ൽ ചൊവ്വ നിൽക്കുന്നു. അതും വലിയൊരു വിഷയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത്ര അനുകൂലമായൊരു ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത്. പലവിധമായ പ്രതിസന്ധികൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അഷ്ടമത്തിലെ ശനി കാരണം കർക്കിടകക്കൂറുകാർക്ക് പല കാര്യങ്ങളിലും പരാജയമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യത്തിലും എത്തും പിടിയില്ലാത്ത ഒരു ജീവിത സാഹചര്യത്തിൽ കൂടി അവർ കടന്നു പോകും. പലർക്കും തൊഴിലില്ലാതെ ഭാരപ്പെടുന്നുണ്ട്. ചിലർക്ക് മറ്റുള്ള പ്രതിസന്ധികളൊക്കെ മറ്റുള്ള പ്രതിസന്ധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബപരമായ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പേർക്കുണ്ട്. അങ്ങനെ പ്രതിസന്ധി നിറഞ്ഞ ജീവിത സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ കടന്നു പോകുന്നത്. അപ്പോൾ ഇവർക്ക് നാളത്തെ ദിവസം കുടുംബത്തിൻ്റെ സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല, ധനപരമായ സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല, സന്തോഷിക്കാനുള്ള വകകളൊന്നുമില്ല. എങ്കിലും ജീവിച്ചു പോകും, കഴിഞ്ഞു പോകും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ വളരെ പ്രതിസന്ധിയോടുകൂടി ആയിരിക്കും നാളത്തെ ദിവസം കടന്നു പോകുക. ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനാകട്ടെ ചന്ദ്രൻ ബലമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നതുകൊണ്ട് സുഖസ്വസ്ഥ ദയാനന്മ അത്ര അനുകൂലമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് 7-ൽ ശനി സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, ഭാര്യാനാശം, ഭർത്തൃനാശമൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു. ചിലർക്ക് പുനർവിവാഹം നടക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ചിലർക്ക് രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ അലട്ടുമെന്ന് പറയുന്നു. വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ വിദ്യ അഭ്യസിക്കുന്നവർക്കൊക്കെ വിദ്യാഗുണം ഉണ്ടാകുകയില്ലെന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യാത്തൊരു ഗ്രഹമാണെങ്കിൽ ഇപ്പറഞ്ഞ ദോഷവശങ്ങളൊന്നും അനുഭവിക്കാതെ കടന്നു പോകും. എങ്കിലും തൊഴിൽ ഗുണവും അതുപോലെ തന്നെ ഇവർക്ക് മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളും അനുകൂലമായി നിൽക്കുന്ന സമയമാണ്. മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും തൊഴിൽ ഗുണവും മക്കളെ കൊണ്ടുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളും ഇവരെ നിലനിർത്തി പോകുന്നൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് 6-ലാണ് ശനി നിൽക്കുന്നത്. 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ശത്രുനാശവും ദീർഘായുസ്സും ഒക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത്. അതായത് നല്ല ആരോഗ്യത്തോടുകൂടി ഇവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം കൊടുക്കും എന്ന് പറയുന്നു. പക്ഷെങ്കിൽ 7-ൽ രാഹു നിൽക്കുന്നത് കൊണ്ട് ഇതിനെല്ലാം തടസ്സം തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതും മനസ്സിലാക്കുക. ഈ ശനിയുടെ 2-ലാണ് രാഹു നിൽക്കുന്നത്. ശനിയുടെ 2-ൽ രാഹു നിന്നാൽ 2-ാം ഭാവം എന്ന് പറഞ്ഞാൽ മാരകഭാവമാണ്. ചിലപ്പോൾ അത് കുടുംബഭാവം ധനഭാവവുമായി മാറിയാലും അത് മാരകഭാവത്തിന്
ഉള്ള ലക്ഷണങ്ങളും കൂടെ രണ്ടാം ഭാവത്തിനുണ്ട്. രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ മരണഭാവം അല്ലെ മാരകഭാവം എന്നാണ്. അപ്പോൾ ഈ രണ്ടിൽ, ശനിയുടെ രണ്ടിൽ, ശനി എന്ന് പറഞ്ഞാൽ മാരകനാണ്, മനുഷ്യൻ്റെ ആയുസ്സിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഗ്രഹമാണ് ശനി. അതിൻ്റെ രണ്ടിലാണ് രാഹു നിൽക്കുന്നത്. അപ്പോൾ കർക്കിടകക്കുറുകാർക്ക് പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഏത് കാര്യത്തിലും അവർക്കൊന്നും ഉയർന്നു പൊങ്ങാൻ പറ്റാത്ത ജീവിതത്തിൽ അല്പൊരാശ്വാസം വന്നു ചേരും, പിന്നെയും പതനത്തിലേക്ക് പോകും. അങ്ങനെയൊക്കെയുള്ള അനുഭവത്തിൽ കൂടിയാണ് കർക്കിടകക്കുറുകാർ കടന്നു പോകുക. അപ്പോൾ നാളെ ഇവർക്ക് വലിയ മെച്ചമൊന്നും ഉള്ള ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഏറെക്കുറെ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടിയൊക്കെ നേട്ടമുണ്ടോ അതില്ല, കോട്ടമാണോ അതല്ല, എന്നാൽ കോട്ടം ഒരുപാടുണ്ട്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടി കന്നിക്കുറുകാർ നാളത്തെ ദിവസം കടന്നു പോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ 3/4 നാളുകാരെ സംബന്ധിച്ച് 5-ലാണ് ഈ ശനി നിൽക്കുന്നത്. പല കാര്യങ്ങളും അവർക്ക് തടസ്സമാണ്. കാര്യവിജയം പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഒരുപാട് നാളുകളായി തുലാക്കൂറുകാർ കടന്ന് വട്ടം കറങ്ങുകയാണ്. 5-ലെ ശനി അവർക്ക് പലവിധമായ ദോഷങ്ങൾ ചെയ്യുന്നു. അത് മുഖേന അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പ്രതിസന്ധി തന്നെയാണ്. അപ്പോൾ 5-ൽ ശനി നിന്നാൽ മക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങൾ, പുത്രദുഃഖമൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ പലരും വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും അകപ്പെട്ട് കിടക്കുകയാണ്. പലരും തൊഴിലിന് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിൽ കൂടിയാണ് ഈ തുലാക്കൂറുകാർ 5-ലെ ശനി മൂലം ഭാരപ്പെട്ട് കഴിഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് അറിഞ്ഞുകൊള്ളുക. അതായത് 5-ലെ ശനി എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ സന്താന ദുഃഖം ശരിക്കും ഉണ്ടാക്കി കൊടുക്കുന്നു. ധനം, ഐശ്വര്യം, ഈശ്വരവിശ്വാസം എന്നിവയിൽ ചിലർക്ക് ഏറ്റക്കുറച്ചിലുണ്ടാകും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ മടുത്തു പോകും. ഈശ്വരനോട് പ്രാർത്ഥിച്ച് മടുത്തു പോകും. അപ്പോൾ പിന്നെയും തള്ളിപ്പറയും. പിന്നെയും അവർ കഷ്ടത വരുമ്പോൾ പിന്നെയും ഈശ്വരനെ മുറുകെ പിടിക്കും. പിന്നെയും വിശ്വാസത്തിൽ വർദ്ധിക്കും. പിന്നെയും പരാജയപ്പെട്ടു. അങ്ങനെ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു നേട്ടം ഉണ്ടാകാത്തതുകൊണ്ട് പലരും പുറകോട്ട് തള്ളപ്പെടുന്ന ഒരു സാഹചര്യമാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അത് ഒരുപാട് കാര്യങ്ങൾ അവരെക്കുറിച്ച് പറയാനുണ്ട്. എന്തായാലും 5-ലെ ശനി അവർക്ക് വളരെ ദോഷമായിട്ടുള്ള സ്ഥിതിയാണ് കാണിക്കുന്നത്. ഇനി 2025 മാർച്ച് മാസം വരെയുള്ള ഈ പ്രതിസന്ധി അവർക്ക് ഉണ്ടാകുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖാലാഞ്ചം കേട്ട നാളുകാരെ സംബന്ധിച്ച് 4-ലാണ് ശനി നിൽക്കുന്നത്. 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ദോഷം ഉണ്ടാക്കി കൊടുക്കുന്നൊരു സാഹചര്യമാണ്. അതുപോലെ തന്നെ ഈ വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും ഇവർക്കൊരു നേട്ടത്തെ കൊടുക്കുന്ന സമയമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ചിലർക്ക് വിദേശവാസത്തെക്കുറിച്ച് ആഗ്രഹിച്ച് വിദേശത്തേക്ക് കടന്നു പോകും. അവിടെ ചെന്നാലും അവർക്ക് മെച്ചമൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വൃശ്ചികക്കൂറുകാർക്ക് 4-ൽ നിൽക്കുന്ന ശനി കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നാളത്തെ ദിവസവും വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ചന്ദ്രനാണെങ്കിൽ ഇവർക്ക് 12-ൽ ബലമില്ലാതെ നിൽക്കുന്നു. പ്രതിസന്ധി നിറഞ്ഞ അനുഭവങ്ങൾ തന്നെയായിരിക്കും ഒട്ടുമിക്ക ആൾക്കാർക്ക് വന്നു ചേരുക. ഇനി ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഇതിലൊക്കെ മാറ്റം വരുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, 4 നാളുകാരെ സംബന്ധിച്ച് 3-ലാണ് ശനി നിൽക്കുന്നത്. സഹോദരൻ ഏതെങ്കിലും വിധത്തിലുള്ള രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നൊഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. കുടുംബസുഖം, ധനപരമായ നേട്ടം, തൊഴിൽഗുണം, അങ്ങനെ തൻ്റെ കുലത്തിൽ കുടുംബത്തിൽ പ്രധാനിയാകുവാൻ അവസരം ഒരുക്കുന്നൊരു ദിവസം. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, 3/4 തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് 2-ലാണ് ശനി നിൽക്കുന്നത്. ദോഷം ചെയ്യാത്ത സ്ഥിതിയിൽ 2-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. അപ്പോൾ അത് മുഖേന തൊഴിൽപരമായിട്ടുള്ള നേട്ടം, കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ ഇവർക്ക് ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി ശനി ഇവരെ കൊണ്ടുപോകുന്നു. മകരക്കൂറുകാർക്ക് സംബന്ധിച്ച് ജീവിച്ചു പോകാവുന്ന അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വലിയ ദോഷങ്ങളൊന്നും വന്നു ചേരാത്ത സമയമാണിപ്പോൾ. അപ്പോൾ നാളെയും അനുകൂലമായ ഫലങ്ങൾ ഇവർക്ക് വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. 11-ൽ ഈ ബുധൻ നിൽക്കുന്നത് കൊണ്ട്, 11-ൽ ശുക്രൻ നിൽക്കുന്നു, ബുധൻ നിൽക്കുന്നു. അതുകൊണ്ട് ഇവർ പുണ്യതീർത്ഥ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാനോ ദൂരദേശ യാത്രയ്ക്കൊക്കെ ചെയ്യുവാനോ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം, പൂട്ടാതി 3/4 നാളുകാർക്ക് ജന്മത്തിലാണ് ശനി നിൽക്കുന്നത്. ജന്മത്തിൽ നിൽക്കുന്ന ശനി ചിലർക്കൊക്കെ നേട്ടത്തെ കൊടുക്കും, ചിലർക്ക് പ്രതികൂലമായ അനുഭവങ്ങളെ കൊടുക്കും. ശത്രുതയും അതുപോലെ തന്നെ പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ കൊടുക്കും. ചിലർ മനോദുഃഖം അനുഭവിക്കും, ചിലർക്ക് നീച സ്വഭാവം ഉണ്ടാകും. അന്യജനങ്ങളാലും ബന്ധുജനങ്ങളാലും പീഡിതരാകുവാൻ സാധ്യതയുണ്ട്, അലസനാകുവാൻ സാധ്യതയുണ്ട്, കാര്യപ്രാപ്തി ഇല്ലാത്തവരായി മാറുവാൻ സാധ്യതയുണ്ട്. പലവിധമായ പ്രതിസന്ധികളുണ്ട്. പക്ഷെങ്കിൽ വ്യാഴം ഇവരുടെ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ശനി വലിയ ദോഷമൊന്നും ചെയ്യാത്ത അവസ്ഥയിൽ കൂടി കുംഭക്കൂറുകാർ നാളത്തെ ദിവസവും കടന്നു പോകും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് 12-ലാണ് ശനി നിൽക്കുന്നത്. 12-ൽ നിൽക്കുന്ന ശനി പലവിധത്തിലുള്ള പ്രതിസന്ധികളെ കൊടുക്കുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത്. ധനനഷ്ടം, രോഗം,
മാതൃക്ലേശം, അങ്ങനെ ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് നാളത്തെ ദിവസം അഷ്ടമത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് സുഖസ്വസ്ഥത ഏതെങ്കിലും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മീനക്കുറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം പ്രതിസന്ധികൾ നിറഞ്ഞ ദിവസമായിരിക്കും. തരം തികയാത്ത അവസ്ഥ, കടം മേടിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. എന്നാൽ സ്ഥിരജോലിയും സ്ഥിരവരുമാനവും ഉള്ളവർക്കും അതുപോലെ തന്നെ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്കും ഇത് ബാധകമല്ല, അല്ലാത്തവർക്കൊക്കെ ഇത് ബാധകമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായ ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. നാളെ ശനിയാഴ്ച ദിവസമാണ്. ശനിയാഴ്ച ദിവസം വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മഹാദേവൻ്റെ സന്നിധിയായ ശ്രീകാളഹസ്തി ക്ഷേത്രത്തിലേക്കുള്ള യാത്രാമധ്യയാണ് ശ്രീകാളഹസ്തീശ്വരനും ശ്രീനാനപ്രസൂനാംബിക ദേവിയും ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.